ഹായ്, എല്ലാവർക്കും SCRT സമഗ്രയിലേക്ക് സ്വാഗതം. ഇന്ന് 2026 മാർച്ച് മാസത്തെ പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് വായിക്കുന്നത്. മാർച്ച് 1 പ്രത്യേകത എന്താ? വിവേചനരഹിത ദിനമാണ്. മാർച്ച് 1 വിവേചനരഹിത ദിനമാണ്. 2026 പ്രമേയമാണ് പീപ്പിൾ ഫസ്റ്റ്. പീപ്പിൾ ഫസ്റ്റ് എന്നതാണ് വിവേചനരഹിത ദിനത്തിന്റെ തീം. ഇറാന് നേരെ US ഇസ്രായേൽ സംയുക്ത ആക്രമണത്തിന്റെ പേരാണ് ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി. എന്താണ് ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി? ഇറാന് നേരെ US ഇസ്രായേൽ സംയുക്ത ആക്രമണത്തിന്റെ പേരാണ് ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി. ഇറാന്റെ ഭരണ സംവിധാനത്തെ തകർക്കുക എന്ന ലക്ഷ്യത്തോടെ ഇസ്രായേൽ 2026 ഫെബ്രുവരിയിൽ ആരംഭിച്ച സൈനിക നടപടിയാണ് ഓപ്പറേഷൻ ലയൺസ് റോർ. ഓപ്പറേഷൻ ലയൺസ് റോർ എന്താണ്? ഇറാന്റെ ഭരണ സംവിധാനത്തെ തകർക്കുക എന്ന ലക്ഷ്യത്തോടെ ഇസ്രായേൽ 2026 ഫെബ്രുവരിയിൽ ആരംഭിച്ച സൈനിക നടപടിയുടെ പേരാണ് ഓപ്പറേഷൻ ലയൺസ് റോർ. അമേരിക്ക ഇസ്രായേൽ സംയുക്ത സൈനിക ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഇറാന്റെ പരമോന്നത നേതാവാണ് ആയത്തുള്ള അലി ഖമേനി. അമേരിക്ക ഇസ്രായേൽ സംയുക്ത സൈനിക ആക്രമണത്തെ തുടർന്ന് കൊല്ലപ്പെട്ട ഇറാന്റെ പരമോന്നത നേതാവാണ് ആയത്തുള്ള അലി ഖമേനി. ഇറാന്റെ താൽക്കാലിക പരമോന്നത നേതാവായിട്ട് പ്രഖ്യാപിച്ചത് ആയത്തുള്ള അലി റേസ അറഫി. ആയത്തുള്ള അലി റേസ അറഫിയാണ് ഇറാന്റെ താൽക്കാലിക പരമോന്നത നേതാവായിട്ട് പ്രഖ്യാപിച്ചത്. ബ്രിട്ടീഷ് സൈന്യത്തിലെ LGBTQ വിഭാഗക്കാർക്കായിട്ട് ചാൾസ് രാജാവ് സ്റ്റാഫർഡ്ഷയറിൽ തുറന്ന സ്മാരകമാണ് ഓപ്പൺ ലെറ്റർ ശില്പം. ബ്രിട്ടീഷ് സൈന്യത്തിലെ LGBTQ എന്നുള്ളത് ലൈംഗിക ന്യൂനപക്ഷക്കാരാണ് LGBTQ പറയുന്നത്. ഗെയ്, ലെസ്ബിയൻസ് അവരെയാണ് LGBTQ പറയുന്നത്. ബ്രിട്ടീഷ് സൈന്യത്തിലെ LGBTQ വിഭാഗക്കാർക്കായിട്ട് ചാൾസ് രാജാവ് സ്റ്റാഫർഡ്ഷയറിൽ തുറന്ന സ്മാരകമാണ് ഓപ്പൺ ലെറ്റർ ശില്പം. ആഫ്രിക്കൻ രാജ്യമായ ബോട്സ്വാനയിൽ നിന്ന് 9 ചീറ്റകളെ എത്തിച്ച മധ്യപ്രദേശിലെ ദേശീയ ഉദ്യാനമാണ് കൂനോ ദേശീയ ഉദ്യാനം. ആഫ്രിക്കൻ രാജ്യമായ ബോട്സ്വാനയിൽ നിന്ന് 9 ചീറ്റകളെ എത്തിച്ച മധ്യപ്രദേശിലെ ദേശീയ ഉദ്യാനം ഏതാണ്? അത് കൂനോ ദേശീയ ഉദ്യാനമാണ്. നിലവിൽ ഇന്ത്യയുടെ ചീറ്റകളുടെ എണ്ണം 48 ആണുള്ളത്. രാജീവ് ഗാന്ധി നാഷണൽ യൂണിവേഴ്സിറ്റി ഓഫ് ലോയുടെ പുതിയ പേരായിട്ട് നാമനിർദ്ദേശം ചെയ്തത് നാഷണൽ ലോ യൂണിവേഴ്സിറ്റി എന്നാക്കിയിട്ടുണ്ട്. രാജീവ് ഗാന്ധിയുടെ പേര് വെട്ടിയിട്ട് നാഷണൽ ലോ യൂണിവേഴ്സിറ്റി എന്നാക്കി മാറ്റിയിട്ടുണ്ട്. ഇത് സ്ഥിതി ചെയ്യുന്നത് പഞ്ചാബിലെ പാട്യാലയിലാണ് നാഷണൽ ലോ യൂണിവേഴ്സിറ്റി സ്ഥിതി ചെയ്യുന്നത്. P. അജിത് കുമാർ എഴുതിയ നോവലാണ് ജലമുദ്ര. പുതിയ നോവലാണ് ജലമുദ്ര. കേന്ദ്ര വാണിജ്യ വകുപ്പിന് കീഴിലുള്ള സ്പൈസസ് ബോർഡിന്റെ പുതിയ വൈസ് ചെയർമാനായിട്ട് നിയമിതനായത് ഷാജി രാഘവനാണ്. കേന്ദ്ര വാണിജ്യ വകുപ്പിന് കീഴിലുള്ള സ്പൈസസ് ബോർഡിന്റെ പുതിയ വൈസ് ചെയർമാനായിട്ട് നിയമിതനായതാണ് ഷാജി രാഘവനാണ്. സർക്കാർ ജീവനക്കാർക്ക് നടപ്പിലാക്കിയ പുതിയ പെൻഷൻ പദ്ധതിയാണ് അഷ്വേർഡ് പെൻഷൻ. സർക്കാർ ജീവനക്കാർക്ക് നടപ്പിലാക്കിയ പുതിയ പെൻഷൻ പദ്ധതി ഏതാണ്? അഷ്വേർഡ് പെൻഷനാണ്. അടുത്തയിടെ വാർത്തകളിൽ നിറഞ്ഞ ഇറാന്റെ വാർത്താ ഏജൻസിയുടെ പേരാണ് ഇർന. അപ്പോൾ മാർച്ച് 1 പ്രത്യേകത എന്താണ്? വിവേചനരഹിത ദിനമാണ് മാർച്ച് 1. 2026 പ്രമേയമാണ് പീപ്പിൾ ഫസ്റ്റ്. ഇറാന് നേരെ US ഇസ്രായേൽ സംയുക്ത ആക്രമണത്തിന്റെ പേരാണ് ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറിയാണ്. ഇറാന്റെ ഭരണ സംവിധാനത്തെ തകർക്കുക എന്ന ലക്ഷ്യത്തോടെ ഇസ്രായേൽ 2026 ഫെബ്രുവരിയിൽ ആരംഭിച്ച സൈനിക നടപടിയാണ് ഓപ്പറേഷൻ ലയൺസ് റോർ. അമേരിക്ക ഇസ്രായേൽ സംയുക്ത സൈനിക ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഇറാന്റെ പരമോന്നത നേതാവാണ് ആയത്തുള്ള അലി ഖമേനിയാണ്. ഇറാന്റെ താൽക്കാലിക പരമോന്നത നേതാവായിട്ട് പ്രഖ്യാപിച്ചത് ആരെയാണ്? ആയത്തുള്ള അലി റേസ അറഫിയാണ്. ബ്രിട്ടീഷ് സൈന്യത്തിലെ LGBTQ വിഭാഗക്കാർക്ക് ചാൾസ് രാജാവ് സ്റ്റാഫർഡ്ഷയറിൽ തുറന്ന സ്മാരകമാണ് ഓപ്പൺ ലെറ്റർ ശില്പം. ആഫ്രിക്കൻ രാജ്യമായ ബോട്സ്വാനയിൽ നിന്നും 9 ചീറ്റകളെ എത്തിച്ച മധ്യപ്രദേശിലെ ദേശീയ ഉദ്യാനം ഏതാണ്? അത് കൂനോ ദേശീയ ഉദ്യാനമാണ്. നിലവിൽ ഇന്ത്യയിലുള്ള ചീറ്റകളുടെ എണ്ണം എത്രയാ? അത് 48 എണ്ണമാണ്. രാജീവ് ഗാന്ധി നാഷണൽ യൂണിവേഴ്സിറ്റി ഓഫ് ലോയുടെ പുതിയ പേരായിട്ട് നാമനിർദ്ദേശം ചെയ്തത് നാഷണൽ ലോ യൂണിവേഴ്സിറ്റി എന്നാണ്. ഈ നാഷണൽ ലോ യൂണിവേഴ്സിറ്റി സ്ഥിതി ചെയ്യുന്നത് ഏത് സ്റ്റേറ്റിലാണ്? പഞ്ചാബിലാണ്. പഞ്ചാബിലെ പാട്യാലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ജലമുദ്ര എന്നത് ആരുടെ നോവലാണ്? P. അജിത് കുമാർ എഴുതിയ നോവലാണ് ജലമുദ്ര. കേന്ദ്ര വാണിജ്യ വകുപ്പിന് കീഴിലുള്ള സ്പൈസസ് ബോർഡിന്റെ പുതിയ വൈസ് ചെയർമാനായി നിയമിതനായത് ഷാജി രാഘവനാണ്. കേന്ദ്ര വാണിജ്യ വകുപ്പിന് കീഴിലുള്ള സ്പൈസസ് ബോർഡിന്റെ പുതിയ വൈസ് ചെയർമാനായി നിയമിതനായത് ഷാജി രാഘവനാണ്. സർക്കാർ ജീവനക്കാർക്ക് ആയിട്ട് നടപ്പിലാക്കിയ പുതിയ പെൻഷൻ പദ്ധതിയുടെ പേരാണ് അഷ്വേർഡ് പെൻഷൻ. അടുത്തയിടെ വാർത്തകളിൽ നിറഞ്ഞ ഇറാന്റെ വാർത്താ ഏജൻസിയുടെ പേരാണ് ഇർന. ഇർന. ഓക്കെ, നെക്സ്റ്റ് മാർച്ച് 2 പ്രധാന വാർത്തകൾ വായിക്കാം. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ അതിജീവിതർക്കായിട്ട് സർക്കാർ നിർമ്മിക്കുന്ന ടൗൺഷിപ്പ് പദ്ധതി സ്ഥിതി ചെയ്യുന്നത്
വയനാട്ടിലെ കൽപ്പറ്റയിലാണ്. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ അതിജീവിതർക്കായിട്ട് സർക്കാർ നിർമ്മിക്കുന്ന ടൗൺഷിപ്പ് പദ്ധതി സ്ഥിതി ചെയ്യുന്നത് കൽപ്പറ്റയിലാണ്. വയനാട് ടൗൺഷിപ്പ് ഒന്നാം ഘട്ടം മുഖ്യമന്ത്രി പിണറായി വിജയൻ നാടിന് സമർപ്പിച്ചത് 2026 മാർച്ച് 1-നാണ്. വീടുകൾ അറിയപ്പെടുന്നത് സ്നേഹ വീടുകൾ എന്നാണ്. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തം ഉണ്ടായ വർഷം 2024 ജൂലൈ 30-നാണ് ദുരന്തം ഉണ്ടായത്. ടൗൺഷിപ്പ് ഒന്നാം ഘട്ടം മുഖ്യമന്ത്രി ഉദ്ഘാടനം സമർപ്പിച്ചത് 2026 മാർച്ച് 1-നാണ്. ഒരു മണിക്കൂറിനുള്ളിൽ 25 ലക്ഷത്തിലധികം മരങ്ങൾ നട്ടുപിടിപ്പിച്ച ഗിന്നസ് വേൾഡ് റെക്കോർഡ് സ്വന്തമാക്കിയ ഇന്ത്യൻ നഗരമാണ് വാരണാസി. ഒരു മണിക്കൂറിനുള്ളിൽ 25 ലക്ഷം മരങ്ങൾ നട്ടുപിടിപ്പിച്ച ഗിന്നസ് വേൾഡ് റെക്കോർഡ് സ്വന്തമാക്കിയ ഇന്ത്യൻ നഗരം വാരണാസിയാണ്. രമേശ് ചെന്നിത്തലയുടെ പുതിയ പുസ്തകത്തിന്റെ പേരാണ് ഗാന്ധി ഗ്രാമങ്ങളിലൂടെ എൻ്റെ യാത്ര. രമേശ് ചെന്നിത്തലയുടെ പുതിയ പുസ്തകത്തിന്റെ പേരാണ് ഗാന്ധി ഗ്രാമങ്ങളിലൂടെ എൻ്റെ യാത്ര. PM ശ്രീ സ്കൂൾസ് സംരംഭത്തിന്റെ മാതൃകയിൽ CM ശ്രീ സ്കൂളുകൾ ആരംഭിക്കുമെന്ന് പ്രഖ്യാപിച്ച സംസ്ഥാന സർക്കാരാണ് ഹരിയാന. PM ശ്രീ സ്കൂൾ സംരംഭത്തിന്റെ മാതൃകയിൽ CM ശ്രീ സ്കൂളുകൾ ആരംഭിക്കുമെന്ന് പ്രഖ്യാപിച്ച സംസ്ഥാന സർക്കാരാണ് ഹരിയാന. സംസ്ഥാനത്ത് ഹയർ സെക്കൻഡറി പരീക്ഷ നടത്തിപ്പിൽ സുരക്ഷയും സുതാര്യതയും കൃത്യതയും വർദ്ധിപ്പിക്കുന്നതിന് QR കോഡ് അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്നതിനായിട്ട് കൈറ്റ് പുറത്തിറക്കിയ മൊബൈൽ ആപ്പിന്റെ പേരാണ് കൈറ്റ് ക്യൂ ട്രാക്ക്. സംസ്ഥാനത്ത് ഹയർ സെക്കൻഡറി പരീക്ഷ നടത്തിപ്പിൽ സുരക്ഷയും സുതാര്യതയും കൃത്യതയും വർദ്ധിപ്പിക്കുന്നതിന് QR കോഡ് അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്നതിനായിട്ട് കൈറ്റ് പുറത്തിറക്കിയ മൊബൈൽ ആപ്പിന്റെ പേരാണ് കൈറ്റ് ക്യൂ ട്രാക്ക്. കണ്ണൂർ ജില്ലാ പഞ്ചായത്തിന്റെ സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയാണ് സ്മൈൽ 2026. കണ്ണൂർ ജില്ലാ പഞ്ചായത്തിന്റെ സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയുടെ പേരെന്താണ്? സ്മൈൽ 2026. ഇറാൻ ഡ്രോൺ ആക്രമണം കാരണം അടച്ചുപൂട്ടിയ അരാംകോ റാസ് താനൂറ റിഫൈനറി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? അത് സൗദി അറേബ്യയിലാണ്. ഇറാൻ ഡ്രോൺ ആക്രമണം കാരണം അടച്ചുപൂട്ടിയ അരാംകോ റാസ് താനൂറ റിഫൈനറി സ്ഥിതി ചെയ്യുന്നത് സൗദി അറേബ്യയിലാണ്. 40 ലക്ഷം നീലക്കാർഡ് ഉടമകളായ കുടുംബങ്ങൾക്ക് സൗജന്യ ഭക്ഷണ കിറ്റുകൾ നൽകുന്നതിനായിട്ട് മേരി റസോയി എന്ന പദ്ധതി ആരംഭിച്ച സ്റ്റേറ്റ് ഏതാണ്? അത് പഞ്ചാബാണ്. 40 ലക്ഷം നീലക്കാർഡ് ഉടമകളായ കുടുംബങ്ങൾക്ക് സൗജന്യ ഭക്ഷണ കിറ്റുകൾ നൽകുന്നതിനായിട്ട് മേരി റസോയി എന്ന പദ്ധതി ആരംഭിച്ച സ്റ്റേറ്റ് പഞ്ചാബാണ്. 2027 AI ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്ന നഗരം ഏതാ? അത് ജനീവയാണ്. 2027 AI ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്ന നഗരം ജനീവയാണ്. ഇന്ത്യയിലെ മിനി ഇറാൻ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം കർണാടകയാണ്. എവിടെയാണ്? കർണാടകയിലാണ്. തെലങ്കാനയിലെ സംഘടിത സൈബർ കുറ്റകൃത്യ ശൃംഖലകൾ തകർക്കുന്നതായിട്ട് ആരംഭിച്ച ഓപ്പറേഷനാണ് ഓപ്പറേഷൻ ക്രാക്ക് ഡൗൺ. തെലങ്കാനയിലെ സംഘടിത സൈബർ കുറ്റകൃത്യ ശൃംഖലകൾ തകർക്കുന്നതിനായിട്ട് ആരംഭിച്ച ഓപ്പറേഷന്റെ പേരാണ് ഓപ്പറേഷൻ ക്രാക്ക് ഡൗൺ. വയനാട് വനങ്ങൾക്ക് ഭീഷണിയായിട്ട് പടർന്നു പിടിക്കുന്ന സസ്യ ഇനങ്ങളാണ് സെന്ന സ്പെക്ടാബിലിസ്, ലാൻടാന കാമറ. ഏതൊക്കെയാണ്? വയനാട് വനങ്ങൾക്ക് ഭീഷണിയായി പടർന്നു പിടിക്കുന്ന സസ്യ ഇനങ്ങളാണ് സെന്ന സ്പെക്ടാബിലിസും ലാൻടാന കാമറ. അതാണ് വയനാട് വനങ്ങൾക്ക് ഭീഷണിയായിട്ട് പടർന്നു പിടിക്കുന്ന സസ്യ ഇനങ്ങളാണ്. 2020 ലോകകപ്പിൽ ഇന്ത്യക്കാരുടെ റൺ ചേസിംഗിൽ ഏറ്റവും ഉയർന്ന വ്യക്തിഗത സ്കോർ എന്ന റെക്കോർഡ് നേടിയത് സഞ്ജു സാംസണാണ്. 97 റൺസാണ്. 2020 ലോകകപ്പിൽ ഇന്ത്യക്കാരുടെ റൺ ചേസിൽ ഏറ്റവും ഉയർന്ന വ്യക്തിഗത സ്കോർ റെക്കോർഡ് നേടിയത് സഞ്ജു സാംസണാണ്. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ അതിജീവിതർക്കായിട്ട് സർക്കാർ നിർമ്മിക്കുന്ന ടൗൺഷിപ്പ് പദ്ധതി സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? അത് വയനാട് ജില്ലയിലെ കൽപ്പറ്റയിലാണ്. ഒരു മണിക്കൂറിനുള്ളിൽ 25 ലക്ഷത്തിലധികം മരങ്ങൾ നട്ടുപിടിപ്പിച്ച് ഗിന്നസ് ലോക റെക്കോർഡ് സ്വന്തമാക്കിയ ഇന്ത്യൻ നഗരം ഏതാണ്? അത് വാരണാസിയാണ്. രമേശ് ചെന്നിത്തലയുടെ പുതിയ പുസ്തകത്തിന്റെ പേരാണ് ഗാന്ധി ഗ്രാമങ്ങളിലൂടെ എൻ്റെ യാത്ര. PM ശ്രീ സ്കൂൾ സംരംഭത്തിന്റെ മാതൃകയിൽ CM ശ്രീ സ്കൂളുകൾ ആരംഭിക്കുമെന്ന് പ്രഖ്യാപിച്ച സംസ്ഥാന സർക്കാരാണ് ഹരിയാന. സംസ്ഥാനത്തെ ഹയർ സെക്കൻഡറി പരീക്ഷ നടത്തിപ്പിൽ സുരക്ഷയും സുതാര്യതയും കൃത്യതയും വർദ്ധിപ്പിക്കുന്നതിനായിട്ട് QR കോഡ് അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്നതിനായിട്ട് കൈറ്റ് പുറത്തിറക്കിയ മൊബൈൽ ആപ്പിന്റെ പേരാണ് കൈറ്റ് ക്യൂ ട്രാക്ക്. കണ്ണൂർ ജില്ലാ പഞ്ചായത്തിന്റെ സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയുടെ പേരെന്താണ്? സ്മൈൽ 2026 എന്നുള്ളത് ഏത് ജില്ലാ പഞ്ചായത്തിന്റെ സമഗ്ര വിദ്യാഭ്യാസ പദ്ധതി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കണ്ണൂർ ജില്ലാ പഞ്ചായത്തിൻ്റെയാണ്. ഇറാൻ ഡ്രോൺ ആക്രമണം കാരണം അടച്ചുപൂട്ടിയ അരാംകോ റാസ് താനൂറ റിഫൈനറി സ്ഥിതി ചെയ്യുന്നത് ഏത് രാജ്യത്താണ്? അത് സൗദി അറേബ്യയിലാണ്. 40 ലക്ഷം നീലക്കാർഡ് ഉടമകളായ കുടുംബങ്ങൾക്ക് സൗജന്യ ഭക്ഷണ കിറ്റുകൾ നൽകുന്നതിനായിട്ട് മേരി റസോയി പദ്ധതി ആരംഭിച്ച സ്റ്റേറ്റ് ആണെങ്കിൽ അത് പഞ്ചാബ്. 2027 AI ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്ന നഗരം ഏതാണ്? അത് ജനീവ. 2027 AI ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്ന നഗരമാണ് ജനീവയാണ്. ഇന്ത്യയിലെ മിനി ഇറാൻ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം എവിടെയാണ്? ഇന്ത്യയിലെ മിനി ഇറാൻ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം കർണാടകയിലാണ്.
തെലങ്കാനയിൽ സംഘടിപ്പിച്ച സൈബർ കുറ്റകൃത്യ ശൃംഖലകൾ തകർക്കുന്നതിനായിട്ട് ആരംഭിച്ച ഓപ്പറേഷനാണ് ഓപ്പറേഷൻ ക്രാക്ക് ഡൗൺ. വനങ്ങൾക്ക് ഭീഷണിയായിട്ട് പടർന്നു പിടിക്കുന്ന സസ്യ ഇനങ്ങൾ ഏതൊക്കെയാണ്? സെന്ന സ്പെക്ടാബിലിസ്, ലാൻടാന ക്യാമറ. സെന്ന സ്പെക്ടാബിലിസും ലാൻടാന ക്യാമറയാണ് വയനാട് വനങ്ങൾക്ക് ഭീഷണിയായിട്ട് പടർന്നു പിടിക്കുന്ന സസ്യ ഇനങ്ങളെ. 2020 ലോകകപ്പിൽ ഇന്ത്യക്കായിട്ട് റൺ ചേസിംഗിൽ ഏറ്റവും ഉയർന്ന വ്യക്തിഗത സ്കോർ എന്ന റെക്കോർഡ് സ്വന്തമാക്കിയത് സഞ്ജു സാംസണാണ്. മാർച്ച് 1, 2 കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. നെക്സ്റ്റ് സെക്ഷനായിട്ട് ചെയ്യാം ബാക്കി. താങ്ക് യു.